ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോ ആയിട്ടാണ്. നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് ഉണ്ണിയപ്പം. ഉണ്ണിയപ്പം ഉണ്ടാക്കണം എന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കാവുന്ന ഈസി മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ സോഫ്റ്റായി കിട്ടുന്നില്ല, ധാരാളം എണ്ണ കുടിക്കുന്നു എന്നീ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ രീതിയിൽ ഉണ്ടാക്കുവാൻ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് കിട്ടുന്നതാണ്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും ലൈക്കും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൊണ്ട് എനേബിൾ ചെയ്യുവാണ് ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതാണ്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. ഞാൻ 450 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഈ ശർക്കരയിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഉരുക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ശർക്കര മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉണ്ണിയപ്പത്തിന് വേണ്ടി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പിടി തേങ്ങാക്കൊത്ത് എടുക്കാം. ഇത് നമുക്ക് നെയ്യിലൊന്ന് വറുത്തെടുക്കാം. ഒരു ചീനച്ചട്ടിയിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ചെറിയ പീസായി കട്ട് ചെയ്ത് വെച്ചേക്കണം തേങ്ങ ഇട്ട് കൊടുക്കാം. ഉണ്ണിയപ്പത്തിൻ്റെ ഈ തേങ്ങയൊക്കെ ഒന്ന് കടിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ നാടൻ ഉണ്ണിയപ്പല്ലേ, കുറച്ച് നെയ്യിലങ്ങ് ഫ്രൈ ചെയ്തെടുത്തേക്കാം. നെയ്യില്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നല്ലൊരു ഗോൾഡൻ കളർ വന്നു. അത്ര നേരം നമുക്ക് അങ്ങനെ ഇളക്കി കൊടുക്കും. ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകുന്നത്. കളറൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇത് ചീഞ്ചട്ടി ഇരുന്നാൽ തന്നെ അത് പെട്ടെന്ന് ആയിക്കോളും. ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1/2 കിലോ വറുത്ത അരിപ്പൊടിയാണ് എടുക്കുന്നത്. ഇതങ്ങിട്ട് കൊടുക്കാം. ഇത് നമുക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം, ഈ അരിപ്പൊടി. ഇനി നമുക്ക് ഇതിലോട്ട് 1/4 കിലോ മൈദ ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. നമുക്ക് മിക്സിയുടെ വലിയ ജാറാണ് എടുത്തേക്കണം. എന്നാൽ ഒന്നിച്ച് അങ്ങ് അടിക്കാമല്ലോ. ഇതിലോട്ട് കുറച്ച് ജീരകവും 3-4 ഏലക്കയും കൂടെ തൊലി മാറ്റി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം, മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. 2 നുള്ള് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പല്ലേ, അതുകൊണ്ട് ഞാൻ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നു. 2 നുള്ളി ഇട്ട് കൊടുത്താൽ മതി. ബേക്കിംഗ് സോഡ ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ അകത്ത് പഴമൊന്നും ചേർക്കണില്ല. പഴത്തിന് പകരം ഞാൻ മൈദയാണ് എടുത്തേക്കണം. പഴം ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് അരിപ്പൊടിയുടെ അളവ് ഇച്ചിരി കൂട്ടി കൊടുക്കണം, അല്ലെങ്കിൽ ഒത്തിരി സോഫ്റ്റായി പോകും. ഒരു പഴം ഇതിനകത്തോട് ചേർക്കാം, എന്നിട്ട് അരിപ്പൊടി ഇച്ചിരി കൂട്ടി കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഉണ്ണിയപ്പം ഉണ്ടാകുമ്പോൾ അത് നമുക്ക് വിട്ട് കിട്ടത്തില്ല, അധികം സോഫ്റ്റായ. നമുക്കത് ശർക്കരപ്പാനി ഒഴിച്ച് കുറച്ച് ശർക്കരപ്പാനി ഒഴിച്ച് നമുക്കൊന്ന് അടിച്ചെടുക്കാം. മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. നമുക്ക് കുറച്ച് ശർക്കരപ്പാനി ഒന്ന് അരിച്ച് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ചെറിയ ചൂടോടുകൂടി അടിക്കാം. നമുക്ക് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതല്ലേ. നമുക്കൊന്ന് കറക്കിക്കൊണ്ട് വരാം മിക്സിയിൽ. ഈ അടിച്ചുകൊണ്ട് വന്നിരുന്ന മാവ് നമുക്ക് പാത്രത്തിലോട്ടാക്കാം. ഞാൻ അപ്പടിയും കൂടെ ഒന്നിച്ച് അടിക്കാൻ എടുത്തതായിരുന്നു, എന്നിട്ട് അതിനകത്ത് ഓവർലോഡായിപ്പോയി. അവിടെ മാറ്റി. ബാക്കിയുള്ളത് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അടിച്ചെടുക്കാം. ഞാനിത് 2 പ്രാവശ്യമായിട്ടാണ് അടിച്ചുകൊണ്ട് വന്നേക്കണേ. നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ പാത്രത്തിലോട്ട്
കുറച്ച് വെള്ളം കൂടെ, കുറച്ച് ശർക്കര പാനി ഒഴിച്ചിട്ട് ബാക്കി ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചേ. ഞാൻ അടിച്ചുകൊണ്ട് വന്ന മാവ് ഇങ്ങനെ ഒരു ബൗളിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കട്ടിക്കായിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ട് വന്നേക്കണം കേട്ടോ. തിക്കായിട്ടുള്ള ബാറ്ററാണ്. ഇതിൻ്റെ അകത്തൂടെ നമുക്ക് ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ റവപ്പൊടി ചേർത്ത് കൊടുക്കാം. വറുത്ത പൊടി റവയോ അല്ലെങ്കിൽ വറുക്കാത്തതോ ഉപയോഗിക്കാം. 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. 3 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പുറമെ നല്ല മുരിച്ചിലൊക്കെ കിട്ടും റവ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഉണ്ണിയപ്പത്തിന്. ഇതിലോട്ട് നമുക്ക് കുറച്ച് എള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കണ തേങ്ങ ഇതിലോട്ട് ഇട്ട് മിക്സ് ചെയ്യാം. ഈ നെയ്യും കൂടെ ഒന്ന് ചേർത്തേക്കാം. ഉണ്ണിയപ്പത്തിന് നെയ്യും കൂടെയൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് അത്യാവശ്യം കട്ടിയായിട്ടുള്ള മാവാണ്. അവിടെ നല്ല കട്ടിയാവട്ടെ. കുറച്ചും കൂടെ നമുക്കൊന്ന് ലൂസാക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കാം. ഒരു ഇഡ്ഡലി മാവിൻ്റെ അത്ര ലൂസ് വേണം. നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ഈ കളറ് ഞാൻ മിക്സിയുടെ ആ ജാറിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം ശർക്കര ചേർത്ത പലഹാരങ്ങൾക്കൊക്കെ പഞ്ചസാര ചേർക്കുവാണെങ്കിൽ അതിൻ്റെ കുത്തിലങ്ങ് മാർക്ക് കിട്ടും ശർക്കരയുടെ. അത് നമ്മൾ മിക്സിയിൽ അടിച്ചപ്പോൾ അതിൻ്റെ കൂടെ ഒരു സ്പൂണ് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതിയായിരുന്നു. ഞാൻ എന്നാലും അതങ്ങ് വിട്ടുപോയായിരുന്നു. സാരമില്ല, ഇത് പഞ്ചസാരയല്ലേ, അത് വേഗം വലന്നോളും. നമുക്ക് ശരിക്കും ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഉണ്ണിയപ്പത്തിനുള്ള മാവൊക്കെ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. ഉണ്ണിയപ്പത്തിനുള്ള മാവ് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി പെട്ടെന്ന് തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കാം. റെസ്റ്റ് ഒന്നും ചെയ്യാൻ വെക്കുന്നില്ല. സോഡാപ്പൊടിയൊക്കെ ചേർത്ത് വെച്ചേക്കുന്നതല്ലേ. ഇനി നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. ഉണ്ണിയപ്പം ചുടാൻ വേണ്ടി നമുക്ക് ഇതേപോലത്തെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതേപോലത്തെ അലൂമിനിയത്തിൻ്റെ പാത്രം എടുക്കാം. ഇതിലേതെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. എനിക്കിപ്പോൾ ഇത് 2 ഉണ്ട് എൻ്റെ കയ്യിൽ. ഞാനിപ്പോൾ ഈ അലൂമിനിയത്തിൻ്റെ ഈ പഴയ പാത്രം എടുക്കണം. അതിനെ ഞാൻ ഉണ്ടാക്കി ഇങ്ങനെ ശീലിച്ചേക്കണം. അതുകൊണ്ട് ഉണ്ണിയപ്പം ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം നമുക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിൽ ഉപയോഗിക്കാം. ഏത് വേണമെങ്കിലും ഓയിൽ നമുക്ക് എടുക്കാം. അതൊക്കെ നമ്മുടെ ചോയ്സ്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് മാവ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ടാക്കാം. അല്ലെങ്കിൽ പുറം നല്ല ബ്രൗൺ കളർ ആവുകയാകും, വേവാതെ ഇരിക്കുകയും ചെയ്യും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലോട്ടാക്കി കൊടുക്കാം. ഇനി നമുക്കിത് കോരി മാറ്റാം.
കുഴിയുടെ നടത്ത് ഒഴിക്കരുത് മാവ്, കുറച്ച് ഭാഗം ഒഴിച്ചു കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ഇതിൻ്റെ മാവ് പുറത്തോട്ട് പോകും. അല്ലെങ്കിൽ എല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലവണം അത്രയും ചുട്ടെടുക്കാം. പതുക്കെ വന്നുണ്ട്. ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തേക്കണം, അതുകൊണ്ട് ആവാക്കെ ശരിക്കും ഇട്ട് കിട്ടും. ഇച്ചിരിയുടെ കളർ മാറട്ടെ, നമുക്ക് പൊടി മാറ്റാം. നമുക്ക് തിരിച്ച് മറിച്ച് വിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ഉണ്ണിയപ്പം എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. അതൊക്കെ ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റിയിട്ടുണ്ട്. ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് എണ്ണയും കൂടെ ബാലൻസ് വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യമേ ഒഴിച്ചു കൊടുത്ത എണ്ണയെ തന്നെ അപ്പടി ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുത്തു. കുറച്ച് എണ്ണ ബാലൻസും വന്നിട്ടുണ്ട്. അധികം എണ്ണയൊന്നും കുടിച്ചിട്ടില്ല നമ്മുടെ ഉണ്ണിയപ്പത്തിന്. എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. നമുക്ക് ഉണ്ണിയപ്പം മുറിച്ച് നോക്കാം. അത് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. സൈഡിൽ കൂടെ ഒക്കെ ഉണ്ടോ, നല്ല മുരിച്ചിട്ടുമുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമുണ്ട്. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്താനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൊന്ന് രേഖപ്പെടുത്താനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുവരുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.